തരൂരിന്റെ രാഷ്ട്രീയ കൂടുമാറ്റങ്ങൾ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ കാട്ടുതീ പോലെ പടരുമ്പോഴാണ് ആ നിർണായകമായ 30 നിമിഷങ്ങൾ സംഭവിക്കുന്നത്. പാർലമെന്റ് മന്ദിരത്തിലെ അടച്ചിട്ട മുറിയിൽ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തരൂരും മുഖാമുഖം കണ്ടു. ഒരു നിർണായക തീരുമാനവും എടുത്തു. പക്ഷെ ഇവിടുത്തെ ചോദ്യം ഇതൊന്നുമല്ല. എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച? പപ്പുമോൻ എന്താണ് ഭയന്നു പോയോ? നമുക്ക് അല്പം പുറകോട്ട് പോകാം. തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പെട്ടെന്നുണ്ടായതല്ല. തരൂർ ഒരു പുസ്തകം എഴുതിയാലോ ഒരു ലേഖനം എഴുതിയാലോ അത് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന് എപ്പോഴും നെഞ്ചിടിപ്പാണ്. ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് എന്ന പേരിൽ തരൂർ എഴുതിയ ലേഖനം കോൺഗ്രസിനുള്ളിൽ വലിയ വലിയ ഭൂകമ്പങ്ങളാണ് ഉണ്ടാക്കിയത്. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അത് നെഹ്റു കുടുംബത്തെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് പാർട്ടിയിൽ എല്ലാവരും അടിയുറച്ച് വിശ്വസിച്ചു. എന്തിനധികം 2022 സോണിയാഗാന്ധിക്ക് നേതൃത്വമാറ്റം ആവശ്യപ്പെട്ട് കത്തെഴുതിയ G23 നേതാക്കളിൽ പ്രധാനിയായിരുന്നു തരൂർ. ഹൈക്കമാൻഡ് സംസ്കാരത്തിന് പകരം ജനാധിപത്യം വേണമെന്ന് അദ്ദേഹം വാദിച്ചു. പക്ഷേ കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയിൽ ഇത്തരം വിപ്ലവകരമായ മാറ്റങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് തരൂരിന് പിന്നീട് മനസ്സിലായിട്ടുണ്ടാകണം. 1-2 വർഷം പിന്നോട്ട് പോകാം. കോൺഗ്രസ് ചരിത്രത്തിലെ നിർണായകമായ അധ്യക്ഷ തിരഞ്ഞെടുപ്പ്. ഒരു വശത്ത് നെഹ്റു കുടുംബത്തിന്റെ നോമിനിയായി വന്ന മല്ലികാർജുൻ ഖാർഗെ, മറുവശത്ത് മാറ്റത്തിന്റെ വക്താവായി ശശി തരൂർ. ആ തിരഞ്ഞെടുപ്പോടെയാണ് തരൂറും ഔദ്യോഗിക നേതൃത്വവും തമ്മിലുള്ള ബന്ധം വഷളായത്. ഹൈക്കമാൻഡ് സംവിധാനത്തെ വെല്ലുവിളിച്ച് മത്സരിച്ച തരൂരിനെ ഒരു വിമതനായി കേരളത്തിലെ നേതാക്കൾ പോലും ചിത്രീകരിച്ചു. തിരഞ്ഞെടുപ്പിൽ ഖാർഗെ വിജയിച്ചെങ്കിലും തരൂർ നേടിയ 1072 വോട്ടുകൾ ഏകദേശം 12% ഡൽഹിയെ ഞെട്ടിച്ചു. പാർട്ടിയിലെ യുവരക്തം മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിന് തെളിവായിരുന്നു അത്. എന്നാൽ അന്ന് മുതൽ തരൂർ പാർട്ടി വേദികളിൽ നിന്നും പതുക്കെ പുറത്തായി. വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും അദ്ദേഹത്തിന് അർഹമായ സ്പേസ് ലഭിക്കുന്നില്ല എന്ന പരാതി തരൂർ അനുകൂലികൾക്കിടയിൽ ശക്തമായി. തരൂരിനെതിരെ പാർട്ടിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ആയുധമാക്കിയത് അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളെയാണ്. നരേന്ദ്രമോദിയുടെ സാമ്പത്തിക സാംസ്കാരിക കാഴ്ചപ്പാടുകളെ തരൂർ പുകഴ്ത്തിയത് വലിയ വിവാദമായി. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ മികച്ചത് എന്ന് വിശേഷിപ്പിക്കാൻ ഒരു കോൺഗ്രസ് എംപിക്ക് എങ്ങനെ കഴിയുമെന്നതായിരുന്നു പാർട്ടി ഉന്നയിച്ച ചോദ്യം. തരൂരിന്റെ ശീലമാണെങ്കിലോ നല്ലത് കണ്ടാൽ നല്ലതും പറയും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെ അദ്ദേഹം പിന്തുണച്ചു. BJP സർക്കാർ ഏർപ്പെടുത്തിയ പ്രത്യേക ദൗത്യ സംഘത്തെ നയിക്കാനായി അദ്ദേഹം സന്നദ്ധതയും പ്രകടിപ്പിച്ചു. ഇതോടെ തരൂർ കാവി പുതയ്ക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. കോൺഗ്രസ് അണികൾക്കിടയിൽ ഇത് വലിയ ആശയക്കുഴപ്പവും ഉണ്ടാക്കി. ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ തരൂരിന്റെ ഇത്തരം നീക്കങ്ങൾ ബാധിക്കുമെന്ന് രാഹുൽ ഗാന്ധി അനുകൂലിക്കുന്നവർ കരുതി. തരൂർ പറഞ്ഞു, എനിക്ക് പാർട്ടിയേക്കാൾ ഉപരി രാജ്യമാണ് വലുത്. ഏറ്റവും ഒടുവിലായി വന്ന റിപ്പോർട്ടാണ് എല്ലാവരെയും അമ്പരപ്പിച്ചത്. തരൂർ LDF-ലേക്ക് പോകുന്നു. ദുബായിൽ വെച്ച് ഒരു പ്രമുഖ വ്യവസായിയുടെ മധ്യസ്ഥതയിൽ ഇടത് നേതാക്കളുമായി തരൂർ ചർച്ച നടത്തിയെന്ന വാർത്തകൾ കേരള രാഷ്ട്രീയത്തെ ഉലച്ചു. പിണറായി വിജയനുമായി തരൂരിനുള്ള വ്യക്തിപരമായ അടുപ്പവും വികസന കാര്യങ്ങളിൽ തരൂർ എടുക്കുന്ന നിലപാടുകളും ഇതിന് ബലം നൽകി. എന്നാൽ തരൂർ ഇതിനെ പുച്ഛിച്ചു തള്ളി. നിങ്ങളുടെ വയറ്റിലെ വിശപ്പടക്കാൻ വാർത്തകൾ സൃഷ്ടിക്കരുത് എന്ന് മാധ്യമങ്ങളെ പരിഹസിച്ച അദ്ദേഹം താൻ 16 വർഷമായി കോൺഗ്രസിനോട് കാണിക്കുന്ന വിശ്വസ്തതയെ ചോദ്യം ചെയ്യരുതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എങ്കിലും തരൂരിനെ മനസ്സിലാകുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും തരൂരും തമ്മിലുള്ള അകൽച്ച പരിഹരിക്കാനാവാത്ത വിധം വളർന്നിരുന്നു. എപ്പോഴാണോ തരൂർ പൂർണ്ണമായും അകലുന്നു എന്ന് ഹൈക്കമാൻഡിന് തോന്നിയത്, അപ്പോൾ തന്നെ അവർ ട്രബിൾ ഷൂട്ടറെ കളത്തിലിറക്കി. അത് മറ്റാരുമല്ല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. കൊച്ചിയിലെ മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി തരൂരിന്റെ പേര് പറയാതിരുന്നത് ഒരു അബദ്ധമല്ല, മറിച്ച് ബോധപൂർവമായ അവഗണനയാണെന്ന് തരൂർ വിശ്വസിച്ചിരുന്നു. എന്നാൽ KC വേണുഗോപാൽ നടത്തിയ നിർണായകമായ ഇടപെടലുകൾ തരൂരിനെ തണുപ്പിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ മുടങ്ങുന്നത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമാണ്, നിങ്ങളെ പാർട്ടിക്ക് ആവശ്യമാണ് എന്ന് ഉറപ്പ് വേണുഗോപാൽ നൽകി. കാരണം എന്താണ്? തരൂർ ഇല്ലെങ്കിൽ ഇന്ന് പാർട്ടിയില്ല. എന്തായാലും ഖാർഗെയുമായും രാഹുലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങിയത് ഇതാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ പാർലമെന്റ് മന്ദിരം ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്ത് കൂടെ നടന്നു വന്ന തരൂർ ഖാർഗെയുടെയും രാഹുലിന്റെയും മുന്നിലെത്തി. 30 മിനിറ്റ് നീണ്ട ആ ചർച്ചയിൽ തരൂർ തന്റെ എല്ലാ പരിഭവങ്ങളും തുറന്നു പറഞ്ഞു. തന്നെ അവഗണിക്കുന്നതും പാർട്ടി യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതും അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചു. ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞാൻ പൂർണ്ണ തൃപ്തനാണ്, പാർട്ടിയും ഞാനും ഒരേ ദിശയിലാണെന്നൊക്കെയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തരൂരിനെ പോലെ ഒരു നേതാവിനെ തിരികെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത് കോൺഗ്രസിന് വലിയ ഊർജം നൽകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ തരൂരിനുള്ള സ്വാധീനം വോട്ടാക്കി മാറ്റാൻ ജൻസി കണക്ട് എന്ന വലിയ ക്യാമ്പയിനിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് നൽകാൻ പോകുന്നു എന്നൊക്കെയാണ് വിവരം. പക്ഷേ നമുക്കൊന്ന് ചിന്തിക്കാം, ഈ പോര് ശരിക്കും തീർന്നോ? രാഹുൽ ഗാന്ധിയുടെ അദാനി വിരുദ്ധ രാഷ്ട്രീയവും തരൂരിന്റെ വികസന രാഷ്ട്രീയവും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്നാൽ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തരൂർ മിക്കവാറും കറിവേപ്പിലയുമാവും. അത് തരൂരിന് പോലും ബോധ്യമുള്ളൊരു കാര്യമാണ്. ഈ ആശയപരമായ വൈരുദ്ധ്യം ഉള്ളിടത്തോളം കാലം ഇവരുടെ പോരിന് എന്തായാലും ഒരു അന്ത്യമുണ്ടാകില്ല. രാഹുൽ ഗാന്ധിക്ക് പിന്നെ തന്നെ ചോദ്യം ചെയ്യാത്ത അനുയായികളെയാണ് വേണ്ടത്.
എന്നാൽ തരൂർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ്. അദ്ദേഹം തെറ്റ് കണ്ടാൽ പ്രതികരിക്കും. ഈ ഒരു ഈഗോ പോരാട്ടം കൂടിയാണ്. ഒരാൾക്ക് പാരമ്പര്യത്തിന്റെ കരുത്ത് മാത്രം കൊണ്ട് പിടിച്ചു നിൽക്കുന്നു, മറ്റേയാൾക്ക് അറിവിന്റെയും വിവരത്തിന്റെയും ബുദ്ധിയുടെയും കരുത്ത്. ഈ രണ്ട് കരുത്തുകളും ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ മാത്രമേ കോൺഗ്രസിന് രക്ഷയുള്ളൂ. പക്ഷേ ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും തരൂരിനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് നെട്ടോട്ടം ഓടേണ്ടി വരുന്നത് കോൺഗ്രസിന്റെ ദൗർബല്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ വിഷയം വെറുമൊരു കേരള രാഷ്ട്രീയ പ്രശ്നമല്ല. ഇന്ത്യയുടെ ജനാധിപത്യ പോരാട്ടത്തിൽ ഈ ഐക്യം എന്തു തന്നെ ആയാലും ഒരു ചോദ്യചിഹ്നമാണ്. പിന്നെ ഇതൊരു കരുത്താർജിച്ചാൽ പോലും ബി.ജെ.പിക്ക് മുന്നിൽ ഇതൊരു വലിയൊരു നേട്ടമായിട്ടോ അല്ലെങ്കിൽ ഒരു ശക്തിയായിട്ടോ കാണിക്കാൻ സാധിക്കില്ല. തരൂർ എന്നത് തീർച്ചയായും ഒരു നായകൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ചെന്നുപെട്ടതാകട്ടെ ഈ ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ UDF സഖ്യത്തിലുമാണ്. എന്ത് ചെയ്യാനാണ്? പപ്പുമോനെ പോലെ ഒരു ദുർബലനുമായി ഒത്തുപോകേണ്ടി വരുന്നത്. തീർച്ചയായും അത് തരൂരിന്റെ ദുർബലതയായിട്ടോ അല്ലെങ്കിൽ തരൂരിന്റെ ഗതികേടായിട്ടോ നമുക്ക് കാണാൻ സാധിക്കൂ. ഈ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം അദ്ദേഹത്തെ അനുനയിപ്പിക്കുകയും അതിനുശേഷം കറിവേപ്പിലയായി എടുത്ത് കളയുന്നതും അത് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഓന്താണ് അവരെക്കാൾ ഭേദമെന്നേ നമുക്ക് പറയാൻ സാധിക്കൂ. അതായത് ഓന്തിന് പോലും ഇതിനേക്കാളും നാണമുണ്ട്. എന്നാലും എന്തിനു വേണ്ടിയാണ് തരൂരിനെ പോലെ ഒരു വ്യക്തി ഇത്രയേറെ അപമാനങ്ങൾ സഹിച്ചും ഈ പാർട്ടിയിൽ തുടരുന്നത്? ഇവിടെയാണ് BJP ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങളുടെ പ്രസക്തി. ഭാരതത്തിന്റെ വികസന കുതിപ്പിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആഗോളതലത്തിൽ മോദി സർക്കാർ നടത്തുന്ന നയതന്ത്ര വിജയങ്ങളെ തള്ളിക്കളയാൻ കഴിയാത്ത ശശി തരൂരിന് രാഹുൽ ഗാന്ധിയുടെ അപക്വമായ രാഷ്ട്രീയത്തോട് എത്ര കാലം പൊരുത്തപ്പെടാൻ കഴിയും? BJP വക്താക്കൾ പലപ്പോഴും പരിഹസിക്കുന്നത് പോലെ വെറും പപ്പുമോൻ ഇമേജിൽ നിന്നും എന്നും മോചിതനാകാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്നത് ഒരു നഗ്ന സത്യമാണ്. ഗൗരവകരമായ രാഷ്ട്രീയ ചർച്ചകൾ നടക്കേണ്ട സമയത്ത് വിദേശയാത്രകൾ നടത്തുന്ന, പാർലമെന്റിൽ കണ്ണു ചിമ്മുന്ന, രാജ്യം അഭിമാനിക്കുന്ന നേട്ടങ്ങളെ പോലും വിദേശ മണ്ണിൽ പോയി ഇകഴ്ത്തിക്കാട്ടുന്ന രാഹുലിന്റെ നേതൃത്വം കോൺഗ്രസിനെ എവിടെയാണ് എത്തിച്ചത്? ഈ പാരമ്പര്യ രാഷ്ട്രീയത്തിന്റെ തണലിൽ മാത്രം വളർന്ന ഒരാൾക്ക് അവർക്ക് മുമ്പിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയ തരൂരിനെ പോലെ ഒരാൾ വിനീത വിധേയനായി നിൽക്കേണ്ടി വരുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുമ്പോൾ, G20 അധ്യക്ഷ പദവിയിലൂടെ ലോകത്തെ നയിക്കുമ്പോൾ അതിനെ മനസാ വാച കർമ്മണ പിന്തുണയ്ക്കാൻ തരൂരിലെ ദേശീയവാദി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം അറിയാതെ പോലും മോദിയെ പുകഴ്ത്തി പോകുന്നത്. എന്നാൽ ഒരു കുടുംബത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രം നിലകൊള്ളുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. യോഗ്യതയുള്ളവരെ ചവിട്ടി പുറത്താക്കുകയും വിധേയത്വം കാണിക്കുന്നവരെ മാത്രം വാഴിക്കുകയും ചെയ്യുന്ന നെഹ്റു കുടുംബ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് തരൂർ. BJP ഇന്ന് മുന്നോട്ട് വെക്കുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന തത്വമാണ്. അവിടെ പാരമ്പര്യത്തിനല്ല, പ്രകടനത്തിനും കഴിവിനുമാണ് മുൻഗണന. തരൂരിനെ പോലെയുള്ളവർക്ക് അർഹമായ ആദരവും പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകാൻ BJPക്ക് കഴിയുമെന്ന തിരിച്ചറിവാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നത്. അതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഓരോ തവണയും തരൂർ അസ്വസ്ഥനാകുമ്പോൾ അവർ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കാല് പിടിക്കുന്നത്. കാരണം തരൂരെങ്ങാനും പിടിവിട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് പിന്നെ ആരുണ്ട്? ഈ അനുനയക നാടകം അധികകാലം എന്തായാലും നീണ്ടു നിൽക്കില്ല. ദേശീയ ബോധമുള്ള ഒരു സാധാരണ പൗരന്റെ കണ്ണിലൂടെ നോക്കിയാൽ രാഹുൽ ഗാന്ധിയുടെ നിഷേധാത്മക രാഷ്ട്രീയത്തെക്കാൾ എത്രയോ മുകളിലാണ് തരൂർ കാണിക്കുന്ന മാന്യത. തന്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു കുടുംബത്തിന്റെ അടിമയായി തുടരണോ അതോ നവഭാരത നിർമ്മാണത്തിനായി കരുത്തുറ്റ നേതൃത്വത്തോടൊപ്പം നിൽക്കണോ എന്ന് തരൂർ തീരുമാനിക്കേണ്ട കാലമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു. വികസനത്തിന്റെ കാര്യത്തിൽ മോദി സർക്കാരിനോടൊപ്പം നിൽക്കുന്ന തരൂരിനെ BJP എന്നും സ്വാഗതം ചെയ്തിട്ടുണ്ട്. കാരണം ഇത് പഴയ ഇന്ത്യയല്ല. ഇവിടെ കുടുംബ മഹിമയല്ല, കഠിനാധ്വാനവും രാജ്യസ്നേഹവുമാണ് അളവുകോൽ എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ബാലിശമായ നിലപാടുകൾ കൊണ്ട് തകർന്നടിയുന്ന കോൺഗ്രസ് എന്ന കപ്പലിൽ നിന്ന് തരൂരിനെ പോലെ ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള അവസാന അവസരമായിരിക്കാം ഇത്. അധികാരം ഒരു കുടുംബത്തിന്റെ കുത്തകയല്ലെന്ന് തെളിയിക്കുന്ന BJPയുടെ രാഷ്ട്രീയമാണ് ഇന്നത്തെ ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ തരൂർ കോൺഗ്രസ് ബന്ധത്തിലെ ഈ വിള്ളലുകൾ കേവലം വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല, മറിച്ച് തകരുന്ന ഒരു സാമ്രാജ്യത്തിന്റെ അവസാന നിലവിളികളാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ തരൂരിന്റെ ഈ ഒരു അനുനയിപ്പിക്കുന്നതിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.